മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഈ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ രാത്രിയാണെന്ന്. ഇന്ന് 23-ന്റെ രാവാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില ഇമാമിയങ്ങളൊക്കെ ഇന്നത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളും ഉണ്ട്, ഇമാമിയങ്ങളുടെ കൂട്ടത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ രാത്രിയൊക്കെ ഒന്ന് കുറച്ച് സമയം വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ദുആ കൊണ്ടും മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ അത് വലിയ ഹൈറുള്ള കാര്യക്കാർ. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വലിയ കാരുണ്യം കാണിക്കുന്ന അള്ളാഹുവാണ്. ആ ദുന്യാവിലും അങ്ങനെ തന്നെയാണ്, ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആഖിറത്തിലെ കാരുണ്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈമാനില്ലാത്ത ഒരൊറ്റ മനുഷ്യനും ആഖിറത്തിലെ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. എന്നാ ദുനിയാവിലെ അള്ളാഹിന്റെ റഹ്മത്ത് അത് ചിലപ്പോൾ ഈമാനുള്ളവരെക്കാൾ കൂടുതൽ ഈമാനില്ലാത്തവർക്ക് അള്ളാഹു കൊടുക്കും. അത് അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ്. പക്ഷെ ആഖിറത്തിൽ അള്ളാഹിന്റെ സ്വഭാവം റഹീമാണ്. ഇവിടുന്ന് ഈമാൻ കാണിച്ച ആളുകൾക്ക് അവിടെ ഭയങ്കര കരുണ ഉണ്ടാവുന്നതാണ്. ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഒന്ന് രണ്ട് സിസ്റ്റങ്ങൾ നോക്കാൻ നിങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹാസിബുൻ നാസ യൗമൽ ഖിയാമ. അല്ലാഹു തആല മഹ്ശറിൽ വെച്ച് ഖിയാമത്ത് നാളിൽ അവന്റെ അടിമകളെ ഹിസാബ് ചെയ്യുകയാണ്. നന്മ തിന്മകൾ വിചാരണ ചെയ്യുകയാണ്. മനുഷ്യന്റെ നന്മ തിന്മകളെ മീസാൻ എന്ന തുലാസിലിട്ട് അല്ലാഹു തൂക്കി നോക്കുകയാണ്. ഫമൻ കാനത ഹസനതുഹു അക്സറ ബിവാഹിദ. ഈ മനുഷ്യന്റെ നന്മ തിന്മ തൂക്കി നോക്കുമ്പോ ഏതെങ്കിലും ഒരാളുടെ നന്മ ഒരു അണു അളവ് തൂക്കം കൂടിയാൽ, തിന്മയേക്കാൾ നന്മ കൂടുതലായാൽ ദഖലൽ ജന്ന, ഈ മനുഷ്യൻ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അത് കുറെ കൂടുതലൊന്നും വേണ്ട, തിന്മയെക്കാളും ഒറ്റ നന്മ കൂടുതലുണ്ടായാൽ മതി. എന്നാൽ എന്നാൽ ഇനി ഒരു മനുഷ്യന്റെ തിന്മയാണ് ഒന്നുകൊണ്ട് നന്മയേക്കാൾ മികച്ചു നിൽക്കുന്നതെങ്കിലോ ദഖലന്നാർ, ആ മനുഷ്യൻ നേരെ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വമൻ കാന ഹസനാതുഹു വസയ്യിആതുഹു സവാ. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഒരേ അളവിൽ വന്നാൽ കാന മിൻ അസ്ഹാബിൽ അഅറാഫ്, ആ മനുഷ്യൻ അഅറാഫിന്റെ അഹ്ലുകാരിൽ പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അഅറാഫിന്റെ അഹ്ലുകാരെ പറ്റി നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട്. നരകത്തിലും സ്വർഗത്തിലും അല്ലാത്തതിന്റെ നടുവിലുള്ള ഒരു പാർട്ടിക്കാരാണ് അഅറാഫിന്റെ അഹ്ലുകാർ. എന്നാ ഈ അഅറാഫിന്റെ ആൾക്കാർ സ്വർഗത്തിലെത്തൂലേ? കുറെ കാലങ്ങൾക്ക് ശേഷം സ്വർഗത്തിൽ വരും. എന്നാ ഈ നരകത്തിൽ പോയ ആളുകൾ ഇനി സ്വർഗത്തിൽ വരും. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഒരു ഭൂമിയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചവരും പറഞ്ഞവരും വിശ്വസിച്ചവരുമാണ്. ഈമാൻ ഉണ്ടാകണം. ഒരാൾ മുഅ്മിനായ മനുഷ്യനാണ്, അല്ലാഹുവിൽ അയാൾ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഖൽബ് കൊണ്ട് ഉറച്ച് നാവ് കൊണ്ട് അത് വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ അയാളാകട്ടെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാൾ വ്യഭിചരിച്ചിട്ടുണ്ട്, അയാൾ മദ്യപിച്ചിട്ടുണ്ട്, അയാൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഹറാമായ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നന്മകളാകട്ടെ ആ മനുഷ്യൻ പരിഗണിച്ചിട്ടുമില്ല. ഈ മനുഷ്യൻ ആഖിറത്തിൽ വന്ന് നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ ഈ മനുഷ്യന്റെ തിന്മ അധികമായി വരുമ്പോ ആ മനുഷ്യനെ അല്ലാഹു നേരെ നരകത്തിലേക്ക് എത്തിക്കുകയാണ്. എന്നാ അയാള് കാലാകാലം നരകത്തിലാണോ? അല്ല. ഈ കാലാകാലം നരകത്തിൽ കിടക്കൽ ആര് മാത്രാന്നറിയോ? ഈമാൻ തീരെ ഇല്ലാത്ത, അള്ളാഹുവിനെ നിഷേധിച്ച കാഫിറുകളായ ആളുകളാണ്. അവർ ഒരു കാലത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അവർ നരകത്തിൽ ശാശ്വതന്മാരാണ്. എന്നാൽ ഈമാനുള്ള പാപികളായ ആളുകളുണ്ടല്ലോ, അവർ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അവരുടെ ആ തിന്മയുടെ അളവ് ശിക്ഷ അവർ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവസാനം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ചിലപ്പോ അതിന് കുറെ കൊല്ലങ്ങൾ എടുക്കും. ചിലവർക്ക് കുറച്ച് കൊല്ലം മതിയാവും, കുറച്ച് തിന്മയെ കൂടുതലുള്ളൂ. ചിലവർക്ക് കുറെ തിന്മ ഉണ്ടാവും, അപ്പൊ കുറെ കൊല്ലങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഓല് എവിടെ എത്തും? സ്വർഗത്തിലെത്തും.
എങ്ങനെയാണ് ഓരോ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക? എന്നാ ഈ ഈമാനുള്ള ആൾക്കാർ നരകത്തിലെത്തിയാലും മൂലം നരകത്തിലാണെങ്കിലും മൂലം തിരിച്ചറിയാൻ മാർഗണ്ടതാണ്. അവരുടെ ഈ ഭൂമിയിൽ നമ്മൾ ഈ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി വെച്ച ഭാഗമുണ്ടല്ലോ, അവിടെ നരകത്തിലെ തീ തൊടൂല എന്നാ. ഈ നിസ്കരിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമില്ല. അതായത് ഒരാള് മൂമിനാണ്, പക്ഷെ തെറ്റാണ് കൂടുതൽ ചെയ്തിക്കണത്, അയാൾ നരകത്തിലാണ്. എന്നാലും ഇടക്കൊക്കെ ഒന്ന് അയാൾ സുജൂദ് ചെയ്തിക്കണമെങ്കിൽ ആ സുജൂദിന് വേണ്ടി നിലത്ത് നെറ്റി തട്ടിയ ഭാഗം അത് നരകത്തിലെ തീയിൽ, ആ ഭാഗം മാത്രം നരകത്തിന്റെ തീയോട് തൊടൂല. മലക്കുകളെ മനുഷ്യരുടെ ഈമാന് കണ്ടെത്തൽ അങ്ങനെയാണ്. അങ്ങനെ ഈ മനുഷ്യരെ അവർക്ക് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ശിക്ഷ കഴിഞ്ഞാൽ മലക്കുകൾ അവരെ നരകത്തിൽ നിന്ന് കരകയറ്റിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുക എന്നറിയുമോ? സ്വർഗത്തിന്റെ തൊട്ടപ്പുറത്തും മാഉൽ ഹയാത്ത് എന്നൊരു പ്രത്യേകമായ വെള്ളമുണ്ട്. ജീവാമൃതം എന്നാണ് ആ വെള്ളത്തിന്റെ പേര് തന്നെ. ഒരു വലിയ അരുവിയാണ്, ഒരു വലിയ നദിയാണ്. ആ നദിയിൽ കൊണ്ടുവന്നിട്ട് മലക്കുകൾ അവരെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. ആരെ? ഈ നരകത്തിന് കൊണ്ടുവരുന്ന ആൾക്കാരെ ഈ പുഴയിൽ കൊടുന്നുകൊണ്ടെന്നാണ് എന്താകും? മുക്കും. അത് മുഖ്യ എന്താവും നരങ്ങള്? അവരുടെ ശരീരത്തിൽ ഈ ശിക്ഷ അനുഭവിച്ചുണ്ടായിരുന്ന എല്ലാ പാടുകളും അയ്മണ് പോകുന്ന. പക്ഷേ അപ്പോഴും അവരുടെ മാരടത്തിൽ ഒരു വെളുത്ത കല മാത്രം ബാക്കിയാകുന്നതാണ്. അത് മാഉൽ ഹയാത്തിൽ അവരെ മുക്കിയെടുത്താലും ആ കല പോവുകയില്ല. ആ കല കണ്ടാൽ അറിയാൻ പറ്റും ഇയാളെ സ്വർഗത്തിലാണെങ്കിലും ഇയാൾ എവിടുന്ന് വന്നതാണ്. അപ്പൊ നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തേക്ക് എത്തിയ മനുഷ്യനാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ പാട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന. അത്തരം ആളുകൾക്കാണ് സ്വർഗത്തിലെ മിസ്കീന്മാരെന്ന് പേര് പറയപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് സ്വർഗത്തിലെ മിസ്കീന്മാര്? ഞാൻ മിസ്കീനാണെന്ന് കരുതി കണ്ട് നമ്മളെ നാട്ടിലത്തെ മിസ്കീനാണെന്ന് കരുതണ്ട. ഇവര് സ്വർഗത്തിലെ മിസ്കീന്മാരല്ലേ. ഓല സ്വർഗത്തിലെ അവസ്ഥ എന്താന്ന് അറിയങ്ങള്? അപ്പൊ പിന്നെ മിസ്കീന്മാരല്ലാത്ത അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ മാ അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസിലാ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി കിട്ടുന്ന മനുഷ്യൻ ആരെന്ന് പറഞ്ഞു തരുമോ? സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിക്കാരെ കുറിച്ച് ചോദിച്ചതാണ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, മൂസാ നബിയേ, അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് വരുന്നതിന്റെ മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ ആളുകളും പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരൊറ്റ മനുഷ്യരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളൂ. ഈ മനുഷ്യന് സ്വർഗത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ അല്ലാഹു ആ മനുഷ്യനോട് പറയും, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്ത് കയറിക്കോളി എന്ന് പറയും. ഇയാളാണ് ഏറ്റവും അവസാന സ്വർഗത്ത്. ഇനി ഒരാളെ സ്വർഗത്തേക്ക് വരാനുണ്ടോ? ഇല്ല. ഇയാൾ അത്രയും കൊല്ലങ്ങളെ ശിക്ഷ കഴിഞ്ഞിട്ടാ പിന്നെ മിസ്കിനല്ലേ. ഇയാളോട് സ്വർഗത്തിൽ കയറാൻ പറയുമ്പോ ഇയാൾ പറയും, യാ റബ്ബി, അല്ലാഹുവേ, ഞാൻ എന്തിനാണ് സ്വർഗത്തിൽ കയറണത്? വഖദ് നസലത്ത് നാസു മനാസിലഹും, സ്വർഗത്തിൽ കയറിയ ആളുകളൊക്കെ അവരുടെ ഇരിപ്പിടങ്ങളൊക്കെ അവർ കൈപിടിച്ചെടുത്തില്ലേ. ചില ആളുകൾക്ക് കൊട്ടാരങ്ങളുണ്ട്, പറമ്പുകളും തോട്ടങ്ങളുമുണ്ട്. ആവശ്യമായത് മുഴുവനും അവർ കൊണ്ടുപോയില്ല. അല്ലാഹ്, എല്ലാവരുടെയും അവസാനം ഞാൻ ഈ സ്വർഗത്തിൽ എത്തിയിട്ട് എനിക്ക് എന്ത് ലഭിക്കാനാ? ഇയാളൊരു പരിഭവം. ഇയാളാണ് ഏറ്റവും വലിയ. ഇയാളെക്കാളൊരു മിസ്കിൻ സ്വർഗത്തിൽ വേറെ ഉണ്ടോ? ഇല്ല. കാരണം ഇയാളല്ലേ ലാസ്റ്റത്തെ ആള്. അപ്പൊ ഇയാളോട് അള്ളാഹു തആല ചോദിക്കണ ചോദ്യം, ഈ ഹദീസ് സ്വഹീഹുൽ മുസ്ലിമിലെ ഹദീസാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹു തആല ഈ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യാ തറല്ലാ അൻ തകൂന ലക മിസ്ലു മലിക്കിൻ മിൻ മുലൂക്കിദ് ദുനിയ, ഈ ദുനിയാവിൽ അനക്ക് പരിചയമുള്ള ഏറ്റവും വലിയ രാജാവിനെ കൊടുത്തോ. അമേരിക്കത്തെ രാജാവോ സൗദി രാജാവോ, എനിക്ക് ഇഷ്ടമുള്ള രാജാവിനെടുത്തു. ആ രാജാവിന് എത്രയാണോ ഞാൻ ദുനിയാവിൽ കൊടുത്തത് അത്ര എനിക്ക് ഞാൻ ഇവിടെ തന്നാച്ച് തൃപ്തിപ്പെടുവോ? ആരോട്? സ്വർഗത്തിലെ ഏറ്റവും അവസാന സ്വർഗത്തിൽ വരുന്ന മനുഷ്യനോട് അല്ലാഹു തആല ചോദിക്കണം, എന്താ? അതറല്ലാ അൻ തകൂന ലഹു മിസ്ലു മലികിൻ മിൻ മുലൂക്കിദ് ദുനിയാ
ഈ ദുനിയാവിലെ രാജാക്കന്മാരില്ലേ, അവരിൽ നിന്ന് ഏറ്റവും സമുന്നതനായ ഒരു രാജാവിന് ഞാൻ എത്രയാണോ ദുനിയാവിൽ കൊടുത്തത് അത്രയും തന്നാൽ നീ ഇഷ്ടപ്പെടുമോ? ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, കദാലിക, എന്നാൽ അത്രയും നിനക്ക് തരുന്നുണ്ട് കേട്ടോ. വമിസ്ലുഹു വമിസ്ലുഹു, അതിന്റെ രണ്ടരട്ടി എന്റെ വക ഫ്രീ ആയിട്ടും ഞാൻ തരുന്നുണ്ടെന്ന് അല്ലാഹു മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ മിസ്കിമാരുടെ അവസ്ഥയാണ്. സ്വർഗത്തിലെ മോലാളിമാരുടെ അവസ്ഥകളൊന്നുമല്ല. സ്വർഗത്തിൽ ചില സമ്പന്നരായ ആളുകൾ വരാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? അവർക്ക് സ്വന്തമായിട്ടൊരു കൊട്ടാരമുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് സ്വന്തമായി അല്ലാഹു തആല ഓരോ പട്ടണങ്ങളെ തന്നെ സമ്മാനിക്കുന്നതാണ്. ഒരു മനുഷ്യൻ അയാൾക്കൊരു പട്ടണം. അങ്ങനത്തെ ആൾക്കാർ സ്വർഗത്തിലുണ്ട്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ രാത്രിയല്ലേ ഈ റമളാൻ 23ന്റെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു പട്ടണത്തെ നിർമ്മിച്ചു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ നിസ്കാരം അതിന് കാരണമാക്കി തരട്ടെ. അല്ലാഹു ആ ഭാഗ്യം കിട്ടുന്ന ആളുകളെ നമുക്ക് ഉൾപ്പെടുത്തി തരട്ടെ. എന്നൊരു ചെറിയ മസാല വരേണ്ടത് ആവശ്യമുള്ള മസാല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കച്ചില്ല. അതായത് 23ന്റെ രാവിലെ ഒരു 5 മിനിറ്റ് വൈകിയത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ഉറക്കച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളിയിലേക്ക് കയറി വരുമ്പോഴേ ചെറിയ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ കുറെ കൂലി നമുക്ക് ഏറെ ഉണ്ടാക്കാൻ പറ്റും. ഒരാള് സുബഹിക്ക് അല്ലെങ്കിൽ ഇശാക്ക് ജമാഅത്തിന് കൂടാൻ വേണ്ടി കണ്ട് വരുന്നു. അയാൾ ഒന്നുണ്ടാക്കി, അയാൾ പള്ളിയൊക്കെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ അയാൾ പള്ളിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ ചെയ്യണം എന്താ വെച്ചാൽ ഇശാന്റെ മുമ്പുള്ള സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സുബൈക്ക് വന്ന് സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ലുഹുർക്കാണ് വന്നെങ്കിൽ ലുഹുറിന്റെ മുമ്പുള്ള സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് ഒരു ചെറിയ ബോധം നമുക്കുണ്ടെങ്കിൽ ആ ഒറ്റ നിസ്കാരത്തെ 3 നിസ്കാരമാക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാ കാര്യങ്ങള്? ഒരാൾ വുളു ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് വുളുവിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. എന്തിന്റെ നിസ്കാരം? നിസ്കാരം. നിങ്ങൾ അങ്ങനെ നിസ്കാരം നിസ്കരിച്ചിക്കണോ? നിസ്കരിച്ചോലുണ്ട്, നിസ്കരിച്ചാത്തോലും ഉണ്ടാവും. ഇതുവരെ ഒന്നുണ്ടാക്കിയിട്ട് എന്ത് നിസ്കരിച്ചിട്ടില്ല. ഒന്നുവിന് വേണ്ടി 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ചാത്തോലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് നിസ്കരിച്ചു. അതിന് എന്താണ് പറയാ? 1 മിനിറ്റ് സൂഫി. അങ്ങനെ സംവിധാനം ഉണ്ട്. എന്താണ് 1 മിനിറ്റ് സൂഫി? 1 മിനിറ്റ് സൂഫി പറഞ്ഞ എന്താ പറയുക? അയാൾ ഒരു കാര്യം ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു മഹ്ശറിൽ ചെന്നിട്ട് ചോദിക്കണം, മനുഷ്യൻ ഞാനേ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് സുന്നത്ത് ഞാൻ നടപ്പിലാക്കിയിരുന്നു, അത് ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കരിച്ചുകൊള്ളോന്ന് ചോദിച്ചാൽ ഇയാൾക്ക് എന്ത് പറയാം? അല്ലാഹുവേ ഞാൻ എന്തായിട്ടുണ്ട്? ഒരു വട്ടം ഞാനത് എന്തായിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്. അയാൾ ഭാഗ്യവാനല്ലേ? അല്ലേ? ആണ്. കാരണം 1 വട്ടം പോലും നിസ്കരിക്കാത്ത ലക്ഷോപലക്ഷം ആളുകളുടെ മുന്നിൽ 1 വട്ടം നിസ്കരിച്ച ഇയാൾ ആര് തന്നെയാണ്? ഭാഗ്യവാൻ തന്നെയാണ്. ഇങ്ങനത്തെ ആൾക്കാർക്കാണ് എന്തെന്ന് പറയാ? 1 മിനിറ്റ് സൂഫി എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് എപ്പോ ഒന്നുണ്ടാക്കി കഴിഞ്ഞാലും ഈ ഉണ്ടാക്കിയ ഒന്നുവിന് വേണ്ടി എന്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്? 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിനെന്താ നിയ്യത്തൊക്കെയാന്ന് അറിയാം? വുളൂഇന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. എന്താ നിയ്യത്ത്? 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അതാണ് അതിന്റെ നിയ്യത്ത്. അങ്ങനെയാണ്. അപ്പൊ അത് ആ നിസ്കാരം ഒറ്റയ്ക്ക് ഇതുവരെ നിസ്കരിക്കാത്തോല് ഈ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1 വട്ടം ഒന്ന് അങ്ങനെ നിസ്കരിക്കും. ഇന്ന് പറ്റുമോ? ഇനി നമ്മളെ പെരീ ചെന്നിട്ട് നീ 23ന്റെ രാവിലെ കഞ്ഞിയും ചായയും പത്തിരിയൊക്കെ കുടിച്ചതിന്റെ ശേഷം ഒന്നുണ്ടാക്കും. എന്നിട്ട് എന്താ 2 റക്അത്ത് നിസ്കരിച്ച? 2 റക്അത്ത് നിസ്കരിച്ച? ഒന്നുവിന്റെ 2 റക്അത്ത് നിസ്കരിച്ച? അല്ലാതെ എപ്പോ ഒന്നുണ്ടാക്കി 2 റക്അത്ത് സുന്നത്തുണ്ടെന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയല്ലേ? അപ്പൊ നമുക്ക് അത് ആയുസ്സിൽ എത്ര വട്ടം നിസ്കരിച്ചു എന്ന് പറയാം? 1 വട്ടം നിസ്കരിച്ചു എന്ന് പറയാം. പറഞ്ഞ മനസ്സിലാക്കണോ? അങ്ങനെ നിസ്കാരം ഉണ്ട്. അപ്പൊ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്.
അതേപോലെ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നാൽ പള്ളിക്ക് അഭിവാദ്യം അർപ്പിച്ച് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിനെന്താ പേര് പറയാ? തഹിയ്യത്ത് സുന്നത്ത് എന്നാ പേര്. അത് പിന്നെ ഏകദേശം ആൾക്കാരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. അത് ജീവിതത്തിൽ നിസ്കരിച്ചാത്തവരുണ്ടെങ്കിൽ അതും വേണം എന്താകാ, ഒരു വട്ടെങ്കിലും ഒന്ന് എന്താകണം, നിസ്കരിച്ചണം. പള്ളിക്ക് കയറിയുള്ള തഹിയ്യത്ത് നിസ്കാരം പറഞ്ഞ മനസ്സിലാകണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 2 നിസ്കാരം ഉണ്ടല്ലോ, ഇത് ഈ ഉളുവിന്റെ 2 റക്അത്തും തഹിയ്യത്തും, ഈ 2 നിസ്കാരങ്ങളെ മറ്റു നിസ്കാരങ്ങളിലേക്ക് കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പള്ളികൾക്ക് കയറി വരുമ്പോ ഈ ബോധം ഉണ്ടായാൽ മതി, ഒരു നിസ്കാരത്തെ നമുക്ക് 3 നിസ്കാരമാക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മള് പള്ളികൾക്ക് കയറി വന്നു, നമ്മള് ഉദ്ദേശം എന്താ? സുബൈക്ക് ജമാഅത്തിന് വന്നതാണ്, സുബൈന്റെ മുമ്പിൽ 2 റക്അത്ത് എന്താക്കാണ്, സുന്നത്ത് നിസ്കരിക്കാൻ. അപ്പൊ ഞാൻ സുബൈന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാണെന്ന് നിയ്യത്ത് വെക്കും, മനസ്സിൽ എന്തും കൂടി കരുതാ, വുളൂവിന്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നുണ്ട്, തഹിയ്യത്ത് സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങള് സുബൈയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനാണ് അയാൾ നിയ്യത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനാണ് അയാൾ നിയ്യത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഇശാന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനാണ് അയാൾ നിയ്യത്ത് വെക്കുന്നത്. ആ നിസ്കാരങ്ങളിലേക്ക് അയാൾക്ക് ഏത് നിസ്കാരങ്ങളെയൊക്കെ കൂട്ടി നിസ്കരിക്കാം? വുളൂവിന്റെ സുന്നത്തിനെയും കൂട്ടാ, തഹിയ്യത്ത് സുന്നത്തിനെയും കൂട്ടാ. ഇനി അയാൾ പെരീന്ന് ഒന്നുണ്ടാക്കിക്കൊണ്ട് വരികയാണ്, എന്നാ ഞാൻ ഇവിടെ വന്ന് കയറുമ്പോ അയാൾക്ക് വുളൂവിന്റെ സുന്നത്ത് നിസ്കാരം ഉണ്ടാകുമോ? എന്റെ സമയം കഴിഞ്ഞില്ലേ, പെരിയൊന്നും ഒന്നുണ്ടാക്കി കണ്ട് നടന്നപ്പോ എന്റെ സമയം കഴിഞ്ഞിക്കണ്, ഒന്നുവിന്റെ ഉന്നത്തിന്റെ സമയം കഴിഞ്ഞിക്കണ്. എന്തിന്റെ സുന്നത്ത് അയാൾക്കുണ്ട്? പള്ളിയെ കയറിയാൽ പള്ളിയുടെ സുന്നത്തുണ്ട്. അപ്പൊ അയാൾ സുബൈന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ബാക്കി ഏത് കുട്ടി നിസ്കരിച്ചോട്ടെ, തഹിയ്യത്ത് കുട്ടി നിസ്കരിച്ചോട്ടെ. അത് നിയ്യത്ത്. അപ്പൊ ഒറ്റ നിസ്കാരം എത്ര നിസ്കാരങ്ങളാണ് അതുകൊണ്ട് വീട്? 3 നിസ്കാരങ്ങളാണ്. ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പള്ളിക്കൊക്കെ ജമാഅത്തിന് വരുന്നവർക്കൊക്കെ അത് പറ്റും. ഓരോ സമയം പള്ളിക്കൊക്കെ കയറുമ്പോൾ അത് കിട്ടും. കാരണം ഏറ്റവും ചുരുങ്ങിയ തഹിയ്യത്ത് നിസ്കരിച്ചാണ്ടാവും. ഇവിടെ വന്നിട്ടാണ് ഒന്നുണ്ടാക്കണമെങ്കിൽ ഏത് നിസ്കാരം ഉണ്ടാവും? ഒന്നുവിന്റെ സുന്നത്തുണ്ടാവും. നമ്മളൊക്കെ പള്ളിക്കൊക്കെ കയറി വന്നാൽ ഏതെങ്കിലും ഒരു നിസ്കാരം ഉടനെ എന്താകും? നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ 2ന്റെ എന്ത് വെച്ചെടുത്താൽ മതി? നിയ്യത്ത് വെച്ചെടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? അതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഈ റമദാനിലൊക്കെ നല്ലോണം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 23-ന്റെ രാവിലെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്ന ദിക്ർ ഒന്ന് ശരിക്കിരുന്നാണ് എല്ലാവരും. എന്നിട്ടൊന്ന് കണ്ണ് ചിമ്മിയിട്ട് അള്ളാഹുവിനോടൊരു മാപ്പ് കിട്ടണമെന്ന് മനസ്സ് കരുതിയിട്ട് ഒരു 11 വട്ടം എല്ലാവരും ഉറക്ക ചൊല്ലിക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنك عفو تحب العفو فاعف عني. 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 الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ പറഞ്ഞ ഇൽമുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ ഇന്നത്തെ രാത്രിയാണ് നീ കണക്കാക്കിയതെങ്കിൽ സാധുക്കളായ ഞങ്ങൾക്ക് മുഴുവനും ആ ലൈലത്തുൽ ഖദ്റിന്റെ ഒരു അംശം നീ നൽകണേ അല്ലാഹ്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ ലഭിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരവും ഞങ്ങൾ പറഞ്ഞ ഇൽമുകളും ഈ മജ്ലിസുകളും ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും അതിന് കാരണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ റമളാനിന്റെയും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെയും ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നരകമോചനം നൽകണേ അല്ലാഹ്.
റബ്ബേ നരകമോചനം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ റമളാൻ അവസാന പത്തിൽ നീ നരകമോചനം എഴുതി വെക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങളെ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കക്കുളം മദ്രസയിൽ പഠിക്കുന്ന ഖാസിം മുസ്ലിയാരുടെ മകൻ ഇന്നലെ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ, ആജിലായ ശിഫ നൽകണേ അല്ലാ. ആ പൊന്നുമോന് എത്രയും പെട്ടെന്ന് ഓർമ്മശക്തി തിരിച്ചു നൽകണേ അല്ലാ, സംസാരശേഷി നൽകണേ അല്ലാ. റബ്ബേ പഴയ ജീവിതത്തിലേക്ക് നീ മടക്കണേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രാമനാട്ടുകര ഭാഗത്തുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ വീണ്, ഉമ്മാക്ക് നട്ടെല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടാ ഉമ്മാക്ക് ശിഫ നൽകണേ അല്ലാ, ആ ഉമ്മാക്ക് ശിഫ നൽകണേ അല്ലാ. റബ്ബേ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്നവർ, മറ്റു സ്ഥലങ്ങളിൽ മറവിട്ട് കിടക്കുന്നവർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് മജ്ലിസ് എത്തിക്കണേ അല്ലാ. സ്വർഗീയമായ സുഖങ്ങൾ അവർക്ക് നൽകണേ അല്ലാ, ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന രണ്ടത്താണി വാര്യത്തിൽ ഹുസൈനാജ് എന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കാലടി ബാപ്പുട്ടി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാ. ഖദറിന്റെ രാത്രിയിൽ ഞങ്ങൾ മരിച്ചുപോയവരുടെ അർവാഹുകൾ ഞങ്ങളെ സമീപിക്കുമ്പോ ഞങ്ങളുടെ അമലുകൾ കണ്ട് വലിയ സന്തോഷം അവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ ദുആനെ സ്വീകരിക്കണേ അല്ലാ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.